നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടുത്തു വരുന്ന LGSനാണെങ്കിലും LDക്കാണെങ്കിലും ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും ഉറപ്പായാലും ചോദിക്കാം എന്നുള്ളൊരു ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണത്? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, CAA ഇല്ലേ? CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം. എന്താണ് പൗരത്വ ഭേദഗതി നിയമം? അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പൗരത്വം, സിറ്റിസൺഷിപ്പ് എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ? അപ്പോൾ ഇന്ത്യ എന്ന രാജ്യം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യ പൗരത്വം നൽകിയിരുന്നത്? ഏത് രാജ്യക്കാരെയാണ് അല്ലെങ്കിൽ ഏത് ജനങ്ങളെയാണ് ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് പറഞ്ഞിരുന്നത് അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സമയത്ത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു ഇല്ലേ? 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് നമ്മുടെ പൗരത്വ നിയമങ്ങൾ പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 2 5 to 11 ഓക്കെ, 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ് പൗരത്വം എന്ന ആ ഒരു ഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 5? നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയോടൊപ്പം പാകിസ്ഥാനും സ്വതന്ത്രമാണ് അല്ലേ? ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ നിലവിൽ വരികയാണ്. ഓഗസ്റ്റ് 15 ഇന്ത്യ നിലവിൽ വന്നു. അപ്പോൾ അന്ന് ആർട്ടിക്കിൾ 5 പ്രകാരം പറഞ്ഞത് ഈ ഒരു 1947 ഓഗസ്റ്റ് 15 ശേഷം അല്ലെങ്കിൽ അന്ന് തൊട്ട് ഇന്ത്യയിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ പൗരത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 6 എന്താ പറയുന്നത്? പുറത്ത്, അതായത് പാകിസ്ഥാനിൽ അന്ന് കുറേ ജനങ്ങളുണ്ടായിരുന്നു. എന്നാൽ അന്ന് അവർ പറഞ്ഞു എന്താണ്, ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിൽക്കേണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നാൽ മതി. ഓക്കെ, അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ പൗരത്വത്തെ പറ്റി പറയുന്ന കാര്യമാണ് എന്തടേ ആർട്ടിക്കിൾ 6. അപ്പോൾ ആർട്ടിക്കിൾ 7 എന്താണ്? ആർട്ടിക്കിൾ 7 നമ്മൾ പറഞ്ഞു അന്നിവിടെ താമസിച്ചിരുന്നവർ ഇന്ത്യയിലേക്ക് വരണമെന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആൾക്കാരുടെയും പറഞ്ഞില്ലേ? ആർട്ടിക്കിൾ 5ഉം 6ഉം അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾ 7 എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ, ഓക്കെ ഇന്ത്യ വേണ്ട, ഞങ്ങൾക്ക് പാകിസ്ഥാൻ മതി എന്ന് പറഞ്ഞ് കുറച്ച് പേര് പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. അവരൊരിക്കലും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവകാശപ്പെടാൻ പാടില്ല എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട റൂൾസ് പറയുന്നതാണ് എന്തടേ ആർട്ടിക്കിൾ 7. ഇനി ആർട്ടിക്കിൾ 8 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 8 നമ്മുടെ ഫോറിനിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലേ, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഫോറിനിൽ താമസിക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്ന നിയമങ്ങൾ എന്താണ്? അത് ആർട്ടിക്കിൾ 8 ആണ്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 9? ആർട്ടിക്കിൾ 9 എന്ന് പറയുന്നത് നമ്മുടെ പുറത്ത്, അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. അതിനെപ്പറ്റി പറയുന്ന ഭാഗമാണ് ഏതടെ ആർട്ടിക്കിൾ 9. ഇനി ആർട്ടിക്കിൾ 10 പറയുന്നത് എന്താണ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പുള്ള എല്ലാ പൗരന്മാർക്കും ഇന്ത്യ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് എന്ത് നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയാലും അത് അംഗീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് അനുസരിക്കാനുള്ള കടമയുണ്ട്. ഇതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 10. എന്നാൽ ആർട്ടിക്കിൾ 11 എന്താണ്? ആർട്ടിക്കിൾ 11 എന്താണ്? സിറ്റിസൺഷിപ്പ്. ഈ ആർട്ടിക്കിൾ 11 പറ്റി CAA അമെൻമെൻറ്റ് വന്നതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് വെച്ചോളാം. ആർട്ടിക്കിൾ 11 പറയുന്നത് പ്രകാരം സിറ്റിസൺഷിപ്പിൽ അല്ലെങ്കിൽ ആർക്ക് പൗരത്വം നൽകണം, ആർക്ക് നൽകണ്ട എന്നത് ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സോളായിട്ടുള്ള അധികാരമാണ് എന്ത്? സിറ്റിസൺഷിപ്പ്. അപ്പോൾ സിറ്റിസൺഷിപ്പിനെ പറ്റി എന്ത് നിയമങ്ങളും കൊണ്ടുവരാനും നടപ്പിലാക്കാനുള്ള അധികാരമുള്ള ആർക്കാണ്? അത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് ഓർത്ത് വെച്ചേ, ആർട്ടിക്കിൾ 5 ഇത് സ്ഥിരമായിട്ട് ഈ 5 to 11 സ്ഥിരമായി ചോദിക്കുന്നതാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിൾസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 2-3 ആർട്ടിക്കിൾസും കൂടെ ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കണം, ഞാൻ പറയാം. ആർട്ടിക്കിൾ 5 to 11 ഓർത്ത് വയ്ക്കുക. ആർട്ടിക്കിൾ 5 എന്താണ്? 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്രമായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഓക്കെ, അവരുടെ സിറ്റിസൺഷിപ്പ്. ആർട്ടിക്കിൾ 6 എന്താണ്? പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് പേര് കുടിയേറി പാർത്തു, ഇന്ത്യക്കാരായാൽ മതി എന്ന് പറഞ്ഞാൽ അവരുടെ സിറ്റിസൺഷിപ്പിനെ പറ്റി ആർട്ടിക്കിൾ 6. ആർട്ടിക്കിൾ 7 ആണെങ്കിലോ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തവർക്ക് ഈ സിറ്റിസൺഷിപ്പ് ഉണ്ടാവില്ല. ഓക്കെ, അതിനെപ്പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 7. ഇനി ആർട്ടിക്കിൾ 8 ആണെങ്കിലോ എന്താണ്? അതായത് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഫോറിനിൽ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 9 ആണെങ്കിലോ
മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വീകരിച്ചാൽ നമ്മുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും എന്നൊരു കാര്യം പറയുന്നതാണ് ആർട്ടിക്കിൾ 9. ആർട്ടിക്കിൾ 10 പറയുന്നതോ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ ആ എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസ് ആയ എല്ലാ ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതൊരു ആർട്ടിക്കിൾ 10. ഓക്കെ, ആർട്ടിക്കിൾ 11 ഏതാണ്? അനുച്ഛേദം 11 പറയുന്നത് എന്താണ്? നമ്മുടെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള നിയമങ്ങളും, ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റാൻ പാടില്ല കേട്ടോ. എന്താണെങ്കിലും ബേസിക് സ്ട്രക്ചറിന് വന്ന് എന്താണ് നമ്മുടെ മൗലികാവകാശങ്ങൾ, ഇതിനൊന്നും ചില മൗലികാവകാശങ്ങളൊന്നും തൊടാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു വരാം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത്? സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്ന ആരാണ്? ഏത് തരത്തിലുള്ള മാറ്റങ്ങളും നിയമങ്ങളും കൊണ്ടുവരാൻ അധികാരമുള്ള ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 3 ലിസ്റ്റുണ്ട് അല്ലേ? അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അറിയാലോ, നമുക്കറിയാം 3 ലിസ്റ്റിലും ഓരോരോ അധികാരങ്ങളെ വിഭജിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെയാണുള്ളത്? യൂണിയൻ ലിസ്റ്റിലുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിന്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് നിയമം നിർമ്മിക്കാൻ അവകാശമുള്ള ഏരിയാസാണ്. അതിലൊന്നല്ലേടെ പൗരത്വം ആണ് അല്ലേ? അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്? സ്റ്റേറ്റിന് മാത്രം, ഓക്കെ, സ്റ്റേറ്റിന് മാത്രമായ ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ജയിൽ, കൃഷിയൊക്കെ പോലെയുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മുടെ സ്റ്റേറ്റിന് മാത്രം അവകാശപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി കൺകറൻറ്റ് ലിസ്റ്റ് എന്താണ്? 2 പേർക്കും, അതായത് സ്റ്റേറ്റിനും സെൻറ്ററിനും ഒരേപോലെ അധികാരമുള്ള ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഫോറസ്റ്റ് ഒക്കെ പോലെ, എഡ്യൂക്കേഷനൊക്കെ പോലെ. പക്ഷേ അതിലൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ ആര് പറയുന്നതായിരിക്കും എടുക്കുന്നത്? അത് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നതായിരിക്കും എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ പൗരത്വത്തിനെ പറ്റി പറഞ്ഞു. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. പൗരത്വം എന്ന ഭാഗം വരുന്ന ഏതാണ്? ഉറപ്പായാലും അത് യൂണിയൻ ലിസ്റ്റിലാണ്. പൗരത്വം, ഡിഫൻസ്, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ. കാരണം ഒരു രാജ്യത്തിനെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിച്ചേർക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ആരായിരിക്കും ഇവിടെ പറയേണ്ടത്? സെൻട്രൽ ഗവൺമെൻറ്. കാരണം മുഴുവൻ ഇന്ത്യയും റെപ്രസെൻ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഓക്കെ, ഇനി ഈ പൗരത്വത്തിനെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ട് ഒരു നിയമം കൊണ്ടുവന്നത് എന്നാണ്? 1955 ഈ സിറ്റിസൺഷിപ്പിനെ പറ്റി ആദ്യമായിട്ട് ഒരു നിയമം നിലവിൽ വന്നത്. അതിന് പറയുന്നത് എന്താണ്? ആദ്യത്തെ സിറ്റിസൺഷിപ്പ് ആക്ട്. ഉറപ്പായാലും പഠിച്ചിരിക്കുക. ആദ്യത്തെ സിറ്റിസൺഷിപ്പ് ആക്ട് എന്നാണ്? 1955, 1955. ഇനി എത്ര തവണ ഇത് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? 6 തവണ. ഓക്കെ, എത്ര തവണ അമെൻഡ് ചെയ്യപ്പെട്ടു? ഇതുവരെ സിറ്റിസൺഷിപ്പ് 6 തവണ സിറ്റിസൺഷിപ്പ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അമെൻഡ് ചെയ്യപ്പെട്ടത് 1955 ഈ നിയമം ആദ്യമായി അമെൻഡ് ചെയ്തത് 1986. ഈ വർഷങ്ങളൊന്ന് ഓർത്തിരിക്കുക. 1992, മൂന്നാമത് 2003, നാലാമത് 2005, 2015. ഇത് നമ്മളിപ്പോൾ പഠിക്കുകയാണ് അല്ലേ? 6ാമത്തത് 2019. അപ്പോൾ ഏതൊക്കെ വർഷങ്ങളിലാണ് ഇത് അമെൻഡ് ചെയ്യപ്പെട്ടത്? നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻഡ് ചെയ്യപ്പെട്ട വർഷം അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന ആ ഒരു വർഷങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം 1986. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് ആദ്യമായി അമെൻഡ് ചെയ്യപ്പെട്ട വർഷം ഏതാണ്? അത് 1986. രണ്ടാമത് എന്നാണ്? 1992. മൂന്നാമതോ 2003 അല്ലേ? 2003. നാലാമത് 2005. 5ഉം 15ഉം അടുപ്പിച്ചോർത്ത് വയ്ക്കാം. നാലാമത് 2005, അഞ്ചാമത് 2015. ഇനി ആറാമത് എന്നാണ്? 2019. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അറിയപ്പെടുന്നത് തന്നെ എങ്ങനെയാണ്? CAA 2019 അല്ലേ? CAA 2019 എന്നറിയപ്പെടുന്ന ഒരു നിയമമാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ഇനി CAA 2019 പറ്റി പറയുമ്പോൾ ഇത് പാസ്സാക്കിയ ആ ഒരു ചില ഡേറ്റ്സ് നമ്മൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇതിനെ ലോക്സഭ പാസ്സാക്കിയത് 2019. ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ മറക്കില്ലല്ലോ അല്ലേ? ഇപ്പോൾ 2019 ഡിസംബർ 10. 2019
ഡിസംബർ 10 ആരുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ അമിത് ഷാ ആണ്. ഓക്കെ, അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയും 2019 ഡിസംബർ 10 ലോക്സഭ പാസ്സാക്കുകയാണ്. നെക്സ്റ്റ് ഡേ ആര് പാസ്സാക്കിയടേ? രാജ്യസഭ 2019 ഡിസംബർ 11 ആര് പാസ്സാക്കി? ലോക്സഭ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ആര് പാസ്സാക്കി? നമ്മുടെ രാജ്യസഭ. നമുക്കറിയാം നമ്മുടെ 2 പാർലമെൻറ്റും പാസ്സാക്കി കഴിഞ്ഞാൽ ആരുടെ അടുത്ത് പോകും? പ്രസിഡൻറ്റ്, ഇല്ലേ? ഇതാണ് ഒരു നിയമം പാസ്സാവാനുള്ള നമ്മുടെ യൂഷ്വൽ ഫോർമാറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതറിയായിരിക്കും, അല്ലേ? നമുക്ക് എല്ലാ എക്സാമുകളുടെയും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ആദ്യം ഇപ്പോൾ ഏത് സഭയിൽ വേണമെങ്കിലും ഒരു ബില്ല് അവതരിപ്പിക്കാം. പക്ഷേ ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ഓക്കെ മറ്റേ സഭയിലും ഈ ബില്ല് അവതരിപ്പിക്കുകയും അതിൻ്റെ അപ്രൂവൽ വാങ്ങിക്കുകയും വേണം. എക്സെപ്റ്റ് മണി ബിൽ. ഓക്കെ, മണി ബില്ലിൻ്റെ കാര്യം ഓക്കെ ഞാൻ ബിൽസിൻ്റെ കാര്യത്തിൽ പോകുന്നില്ല. ഓക്കെ, പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത് എന്നാണ്? 2019 ഡിസംബർ 12. ഓക്കെ, 2019 ഡിസംബർ 12. 10, 11, 12 ഓർക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 2019 ഡിസംബർ 10 ആര് പാസ്സാക്കിയടേ? ലോക്സഭ പാസ്സാക്കി. രണ്ടാമത് രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 11. ഇനി പ്രസിഡന്റ് ഒപ്പുവെച്ചതോ തൊട്ടടുത്ത ദിവസം 2019 ഡിസംബർ 12. എന്നാൽ ഡിസംബർ 12 തന്നെ നമ്മുടെ അമെൻമെൻറ്റ് ആക്ട് നിലവിൽ വന്നോ? ഇല്ല. എന്നാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ജനുവരി 10. ഓക്കെ, 2020 ജനുവരി 10 ഈ ഒരു നിയമം വാക്കാൽ പ്രാബല്യത്തിൽ വരികയാണ്. ഓക്കെ, പക്ഷേ ഇത് എല്ലാ രാജ്യത്തെ മുഴുവനായിട്ട് നടപ്പിലാക്കിയോ? ഗവൺമെൻറ് ആ സമയം കുറച്ച് സമയം സുപ്രീം കോർട്ടിൽ ഈ ഒരു ആക്ടിനെതിരെ ഒരുപാട് ഏകദേശം ആ സമയം തന്നെ 200-ലധികം ആപ്ലിക്കേഷൻസ് CAA നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരുന്നു. അതെന്താണ് കാരണം? എന്തുകൊണ്ട് ആൾക്കാർ എതിർക്കുന്നു, അനുകൂലിക്കുന്നു എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിനെതിരെ എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പലർക്കും അറിയാതെയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യണോ എതിർക്കണോ എന്ന് പലരും ഇതിനെപ്പറ്റി അവെയർ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം എന്താണ് ഈ സംഭവം എന്ന്. ഓക്കെ, അപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ആ സമയം വന്നു. 2020 ജനുവരി 10 പ്രാബല്യത്തിൽ വന്നെങ്കിലും ഉടൻ തന്നെ ആ ഒരു നിയമസംഹിത തയ്യാറാക്കാനോ എല്ലാം അത് മുഴുവൻ രാജ്യത്ത് നടപ്പിലാക്കാനോ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിച്ചില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ആ സമയത്ത് ഭയങ്കരമായ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി നമ്മുടെ ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസും പല യൂണിവേഴ്സിറ്റീസിലെ കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് ഇസ്ലാമിക് സംഘടനകളും ഒക്കെ ഇതിനെതിരായിട്ട് മുന്നോട്ട് വന്നിരുന്നു, ഇല്ലേ? OIC പോലെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സംഘർഷങ്ങൾ നടത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും ഈ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്നാണ് 2024 മാർച്ച് 11. 2020 പ്രാബല്യത്തിൽ വന്നൊരു നിയമം 4 വർഷം എടുത്തു. കാരണം എന്താണ്? ഇങ്ങനെ ഒരുപാട് പ്രൊട്ടസ്റ്റ് നടന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ COVID-19 വന്നത്. ഓക്കെ, നമ്മുടെ കൊറോണ എന്നൊരു മഹാമാരി വരികയും മൊത്തം ഷട്ട് ഡൗൺ ആവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രതിഷേധവും തണുത്തു. ഗവൺമെൻറ്റും ഇതൊന്നും മാറ്റിവെച്ചു. നിയമങ്ങൾ എഴുതിയുണ്ടാക്കുന്ന ആ ഒരു ടൈമിങ് കുറച്ചൊന്ന് മാറ്റിവെച്ചു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞ് ഓരോരോ കാര്യങ്ങളായിട്ട് മാറി മാറിയാണ് 2024. അപ്പോൾ ഇവിടെ ഒരുപാട് വിവാദങ്ങൾ നടന്നു, അല്ലേ? ഈ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും ഇലക്ഷനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഇതേ പ്രൊട്ടസ്റ്റ് അതായത് CAAക്കെതിരെ ഉയർന്നു വരികയാണ്. അപ്പോൾ എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഏതൊക്കെ രാജ്യങ്ങളാണ്? മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായിട്ട് ഇന്ത്യയിലേക്ക് എത്തപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് ഏതൊക്കെയാണ്? ഹിന്ദു, സിഖ്, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക്. ഓക്കെ, ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകും എന്നാണ് ഈ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൽ പറയപ്പെടുന്നത്. ഈ ഒരു മതവിഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ ഒരു 3 രാജ്യങ്ങളിലായിട്ട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ വളരെയധികം ന്യൂനപക്ഷമാവുകയും അവർക്കെതിരെ ഒരുപാട് അക്രമങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വർഗ്ഗക്കാരാണ് ആര്? ഈ ഒരു 6 മതക്കാരും. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതം 6 മതവിഭാഗക്കാരും എന്താണടെ ഈ ഒരു
ഒരുപാട് ന്യൂനപക്ഷ പീഡനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഈ ഒരു 3 രാജ്യങ്ങളും അനുഭവപ്പെടുന്ന ആൾക്കാരാണ് ഈ ഒരു മതവിഭാഗക്കാർ. അപ്പോൾ ഇത്രയും മതവിഭാഗക്കാർക്ക് കുടിയേറ്റക്കാരായിട്ട്, അനധികൃത കുടിയേറ്റക്കാരായിട്ട് ഇന്ത്യയിലെത്തിയ ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകും എന്ന് പറയുന്ന നിയമമാണ് എന്തടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ ഉടനെ ഒരുപാട് ജനങ്ങൾക്കൊരു ടെൻഷൻ വന്നു. അതായത് ഇവിടെയുള്ള ജനങ്ങളുടെ പൗരത്വം, അതായത് ഇവിടെ ഓൾറെഡി സിറ്റിസൺഷിപ്പുള്ള ആൾക്കാരുടെ സിറ്റിസൺഷിപ്പ് എടുത്തു കളയും എന്നുള്ള നിയമമല്ല, അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഇതിനെ എതിർക്കാൻ കാരണങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത് എന്തിനാണ്? അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരായി എത്തിയ ഹിന്ദു, ബുദ്ധ, സിഖ്, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുക. ഓക്കെ, പണ്ടെന്താണ്? മുമ്പ് അവർക്ക് 11 വർഷം എല്ലാവർക്കും, അതായത് മതമായി വേർതിരിക്കാതെ തന്നെ 11 വർഷം താമസിച്ചാൽ നമുക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാമായിരുന്നു. അതൊരു 5 വർഷമായിട്ട് കുറച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ് ഓർത്ത് വയ്ക്കുക. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ്, അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ എന്താ അവിടെ പറയാം? പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് 2020 ജനുവരി 10 എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതെന്നാണ് 2024 മാർച്ച് 11. അവിടെ നമ്മുടെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരായി എത്തപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകും എന്ന് പറയപ്പെട്ട ഒരു ആക്ടാണിത്. ഇനി മുമ്പ് 11 വർഷം താമസിച്ചാൽ മാത്രം പൗരത്വത്തിന് അപേക്ഷിക്കായിരുന്നു. ഇപ്പോൾ അതൊരു 5 വർഷമായിട്ട് കുറയ്ക്കുകയും ചെയ്തു. ഇനി പൗരത്വ ഭേദഗതിയെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയത് ആരാടെ? ഏത് സംസ്ഥാനമാണ്? ഗോവ. ചോദിച്ചിട്ടുണ്ട് അല്ലേ? പൗരത്വ ഭേദഗതിയെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയത് ആരാണ്? ഗോവ. എന്നാൽ എതിർത്ത് പാസ്സാക്കിയ സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ സ്വന്തം കേരളം അല്ലേ? നമ്മുടെ സ്വന്തം കേരളമാണ് ഈ ഒരു പൗരത്വ ഭേദഗതിയെ എതിർത്ത് പ്രമേയം പാസ്സാക്കിയത്. ഇനി എതിർത്ത് പ്രമേയം പാസ്സാക്കിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? പുതുച്ചേരി. ഓക്കെ, അതായത് ഈ ഒരു പൗരത്വ ഭേദഗതിയെ എതിർത്ത് ആ ഒരു പ്രമേയം പാസ്സാക്കിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് പുതുച്ചേരിയാണ്. ഓക്കെ, ഇനി ഇതിൽ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് NRC തയ്യാറാക്കണം അല്ലേ? ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് NRC അല്ലേ? ഇപ്പം നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് തയ്യാറാക്കിയത് ആരാണ്? അത് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനമാണ്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൗരത്വ ഭേദഗതിയെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയത് ആരാണ്? ആദ്യം ഗോവ. എതിർത്ത സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ സ്വന്തം കേരളം. ഓക്കെ, ഇനി എതിർത്ത് പ്രമേയം പാസ്സാക്കിയ യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് പുതുച്ചേരിയാണ്. ഇനി നമ്മുടെ NRC തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാടെ? അത് ഉത്തർപ്രദേശാണ്. ഇനി ഈ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൽ 6ാം പട്ടികയിലെ ഗോത്ര മേഖലകളെ ഏതൊക്കെയാണ്? ഗോത്രമേഖല ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓക്കെ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവയെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് പോലെയുള്ള ILP പെർമിറ്റുള്ള പ്രദേശങ്ങളിലും ഇത് ബാധകമല്ല. ഓക്കെ, എന്താണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് പോലെയുള്ള, അതായത് അവിടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പെർമിറ്റ് വേണം. ഓക്കെ, അങ്ങനെയുള്ളതാണ് ILP പെർമിറ്റ്. ഓക്കെ, ILP പെർമിറ്റുള്ള പ്രദേശങ്ങളിലും എന്താണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് പോലെയുള്ള ILP പെർമിറ്റുള്ള പ്രദേശങ്ങളിലും ഈ ഒരു CAA ബാധകമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 പോയിന്റും കൂടെ പഠിക്കണം. എന്താണ് NRC? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പും NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചിരിക്കണം. NRC എന്താണ്? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്, NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. അപ്പോൾ ഏതൊക്കെ മേഖലകളെ ഒഴിവാക്കി എന്നുള്ളത് പഠിച്ചിരിക്കുക. 6ാം പട്ടികയിൽ പെടുന്ന ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഗോത്ര മേഖലകളാണ് അല്ലേ? അതായത് അവരുടെ ഇപ്പോൾ പുറത്തുനിന്ന് പെട്ടെന്ന് ആൾക്കാർ വരുന്നവരെ അവരവിടെ സിറ്റിസൺഷിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗോത്രപരമായ സംസ്കാരങ്ങളൊക്കെ
നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവിടെ വൻ പ്രൊട്ടസ്റ്റൊക്കെ നടന്നായിരുന്നു കേട്ടോ. 2019 ആസാം അതുപോലെ തന്നെ മിസോറാമിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു. എന്തിനെതിരെ? നമ്മുടെ ഈ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിന് പ്രകാരം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ഒരു ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ഇതിനെ ബാധിക്കുകയും ചെയ്യുക. അപ്പോൾ അവരെ എന്ത് ചെയ്തു? ചെറുതായിട്ടങ്ങ് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ NRC നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്, NPR എന്താണ്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. അടുത്തത് ഈ ഒരു കാര്യം വന്നു അല്ലേ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നടത്തും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ 2-3 സ്റ്റേറ്റ് പറഞ്ഞു. ഒന്നാമത്തത് സ്റ്റാലിൻ, തമിഴ്നാട്ടിലുള്ള സ്റ്റാലിൻ അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നടപ്പിലാക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പറഞ്ഞു. ആരാണ് എന്തു പറഞ്ഞു? ഈ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നടപ്പിലാക്കില്ല. അതുപോലെ തന്നെ ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയും പറഞ്ഞു എന്ത്? ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വളരെയധികം എതിർത്ത ആൾക്കാരാണ് അല്ലേ. പക്ഷേ നമ്മുടെ ആർട്ടിക്കിൾ 5 to 11 പ്രത്യേകത ഞാൻ പറഞ്ഞു ഇല്ലേ. അതിൽ ആർട്ടിക്കിൾ 11 പ്രത്യേകത എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്നത് ആരാണടേ? അത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതുപോലെ ആർട്ടിക്കിൾ 246, 256, 257 ഈ 3 ആർട്ടിക്കിൾ ഓർത്തു വെച്ചോളുക. ഈ ആർട്ടിക്കിൾ പ്രകാരം പൗരത്വത്തെപ്പറ്റി നിയമം നിർമ്മിക്കാൻ പൂർണ്ണ അധികാരം ആർക്കാടെ? അത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ആർട്ടിക്കിൾ 10 പ്രകാരം എന്താ നമ്മൾ പറയുന്നത്? ആർട്ടിക്കിൾ 11 നമ്മൾ പറഞ്ഞ എല്ലാ നിയമങ്ങളും നിർമ്മിക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതനുസരിക്കാനുള്ള ബാധ്യത ആർക്കുണ്ടേ? ഇന്ത്യയുടെ ഭാഗമായ എല്ലാ ജനങ്ങൾക്കും. ഓക്കെ, അത് തെറ്റോ ശരിയോ അത് സെക്കൻഡറി ആണ്. പക്ഷേ ഇതാണ് നിയമം. ഓക്കെ, ആർട്ടിക്കിൾ 246, 256, 257 ഓക്കെ, ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം പൗരത്വത്തെ പറ്റി നിയമം നിർമ്മിക്കാൻ പൂർണ്ണ അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അത് പാലിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും ഓക്കെ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? ഇപ്പോൾ കുറേ സ്റ്റേറ്റുകൾക്ക് തോന്നുകയാണ് ഇത് കുറച്ച് അന്യായമായിട്ടുള്ളൊരു നിയമമാണ്. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? സുപ്രീം കോർട്ടിൽ ഓക്കെ ഡയറക്റ്റിൽ സുപ്രീം കോർട്ടിൽ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആയിട്ട് ഇത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ഒരു പ്രശ്നമാക്കുന്നതാണ്, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിനെ ഉടയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതിനെ ഈ ഒരു നിയമത്തിൻ്റെ സാധുത പരിശോധിക്കാം ഇല്ലേ. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ കാവൽക്കാരൻ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ, LGS ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് നിയമവ്യവസ്ഥയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? സുപ്രീം കോർട്ടാണ്. അപ്പം നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ മാറ്റുന്ന ഒരു നിയമവും നിലനിൽക്കില്ല അല്ലേ. അപ്പോൾ ഇത് തീരുമാനിക്കേണ്ടത് ആരാണ്? അത് സുപ്രീം കോർട്ടാണ്. ഓക്കെ, അല്ലാതെ സ്റ്റേറ്റ്സിന് ഡയറക്റ്റായിട്ട് ഇല്ല ഇത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ, ഈ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ സ്റ്റേറ്റിന് പറയാം. ഓക്കെ, ഇതൊരു യൂണിയൻ ലിസ്റ്റിലുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ പരിധിയിൽ വരില്ല, ഇത് നടപ്പിലാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതിന് എതിർപ്പുണ്ടെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരം സുപ്രീം കോർട്ടിൽ പോയിട്ട് അതിന് കേസ് രജിസ്റ്റർ ചെയ്യും. അത് ഓൾമോസ്റ്റ് 250ഓളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസുകൾ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പൗരത്വം നൽകാനായിട്ട് 2 കമ്മിറ്റീസ് രൂപീകരിച്ചിട്ടുണ്ട്, DLCയും എംപവേർഡ് കമ്മിറ്റിയും. DLC എന്താണ്? ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി. ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ കളക്ടറിൻ്റെ ബേസിസിൽ ഓക്കെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാവും. എംപവേർഡ് കമ്മിറ്റിയിലും നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ DLC ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയിലാണ് ഡയറക്റ്റ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇനി ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്പും ഉണ്ട്, CAA 2019 ഓക്കെ CAA 2019 എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? DLC ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി. ഇവിടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുക അല്ലേ. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്? ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് എന്താണ്, ഏത് രാജ്യമാണോ അവരുടെ ഒരു തിരിച്ചറിയൽ രേഖ വേണം. അതുപോലെ ഇത്രയും കാലമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നു, 5 വർഷം അല്ലെങ്കിൽ 10 വർഷം, എത്ര വർഷമാണോ അവർ അതിൽ ബാങ്കിങ് രേഖയാവാം, വിദ്യാഭ്യാസത്തിൻ്റെ രേഖയാവാം, ഏത് തരത്തിലുള്ള രേഖ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടുത്തെ പ്രതിനിധികളുടെ സാക്ഷ്യപത്രമാവാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും കൂടെ വെച്ചിട്ട് ഈ ഒരു പൗരത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ഓക്കെ, അപ്പോൾ DLC ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിക്ക്
ഇത് നൽകും. എന്നാൽ തീരുമാനം എടുക്കുന്ന ആരാടെ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെക്ക് ഇത് ഓക്കെയാണ്, ഇയാൾ ഓക്കെയാണ്, ഇതിനെപ്പറ്റിയെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം നോക്കിയിട്ട് ഇതിനെപ്പറ്റി തീരുമാനം എടുക്കുന്ന കമ്മിറ്റി ഏതാണ്? അത് എംപവേർഡ് കമ്മിറ്റിയാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഒന്ന് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി, മറ്റേതെന്താണ്? പവറുള്ള കമ്മിറ്റി, എംപവേർഡ്. ഇതിനെപ്പറ്റി തീരുമാനം എടുക്കുന്ന ആളാരാണ്? എംപവേർഡ് കമ്മിറ്റി. അപ്പോൾ CAA 2019 എന്ന ആ മൊബൈൽ ആപ്പിനെ പറ്റി ഓർത്ത് വയ്ക്കുക. ഡയറക്റ്റായിട്ട് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്ന ആപ്ലിക്കേഷനാണ് അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾ 246, 256, 257 എന്നീ ആർട്ടിക്കിൾസും ഓർത്ത് വയ്ക്കുക. ഇത് പ്രകാരം പൗരത്വത്തിൻ്റെ നിയമം നിർമ്മിക്കാൻ ആർക്കാണ് അധികാരം? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എവിടെയാണ്? ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി. ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് DLC. ഇതിൻ്റെ തീരുമാനം എടുക്കുന്നതാണെങ്കിലോ എംപവേർഡ് കമ്മിറ്റി. ഇനി ഈ CAA അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തിൽ നിന്ന് പറയുന്നത് ഇത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എന്താണ് സംരക്ഷിക്കാനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയമം വരുമ്പോഴത്തേക്കും ആൾക്കാർ എന്തുകൊണ്ട് എതിർക്കുന്നു, എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം PSCക്ക് അത് ഇഷ്ടപ്പെട്ട ക്വസ്റ്റൻ ആയിരിക്കും. അതിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമുക്കതിൻ്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ബേസിക് LGSൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ആ ഡേറ്റ്സ് പോലെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. എന്നാൽ ഡിഗ്രി ലെവലിലേക്ക് അല്ലെങ്കിൽ LD ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും ഇല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അറിയണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്കതിനെപ്പറ്റി പൂർണ്ണമായ നോളജ് ഉണ്ടാവണം. CAക്ക് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് വരാം. അപ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ പഠിക്കുക. അനുകൂലിക്കുന്നവരുടെ വാദം എന്താണ്? ഇത് ഇന്ത്യയിലെ അയൽ രാജ്യങ്ങളുടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനാണ്. ഓക്കെ, അതായത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശൊക്കെ എന്താണ്? മുസ്ലിം ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് മുസ്ലിം എന്ന മതവിഭാഗത്തെ ഉൾപ്പെടുത്തേണ്ടതില്ല. ഓക്കെ, ഇത് ഇന്ത്യയിലെ ഒരു വിഭാഗത്തിലെയും പൗരന്മാരുടെ അവകാശം ഇല്ലാതാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പൗരന്മാർ ഇതിനെപ്പറ്റി ടെൻഷനെ അടിക്കേണ്ട, അവരാരെയും ഇത് ബാധിക്കുന്നതല്ല. പുറത്തുള്ള കുറച്ച് രാജ്യങ്ങളിലെ കുറച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക പൗരത്വം നൽകുന്നു, അത്രയേ ഉള്ളൂ എന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നു. എന്നാൽ എതിർക്കുന്നവരുടെ ഭാഗം നമ്മുടെ മൗലികാവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ 14. എന്താണ് ആർട്ടിക്കിൾ 14? CAA എന്തിനെ എതിർക്കുന്നു എന്ന് PSCയിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. CAA പ്രകാരം ഭംഗിക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14, നിയമത്തിന് മുന്നിലെ തുല്യത. ഓക്കെ, ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഓക്കെ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എന്നാൽ ഈ ആർട്ടിക്കിൾ 14 പ്രകാരം ഈ ഒരു CAA ഒരു വളരെ അധികം, അതായത് എല്ലാവരും തുല്യരായിട്ടല്ല ഈ CAA പറയുന്നത്. അതായത് ചില മതത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നിയമം വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഒരു സെക്കുലർ കൺട്രിയാണ്. അപ്പോൾ സെക്കുലർ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഒരു മതത്തിനെയും ഫേവറും ചെയ്യില്ല, ഒരു മതത്തിനെയും താഴ്ത്തിക്കെട്ടേയില്ല ഇല്ലേ? അപ്പോൾ ഒരു മതത്തിനെയും ഫേവർ ചെയ്യില്ല, അതേപോലെ തന്നെ ഒരു മതത്തിനെയും ഇതാക്കില്ല. എല്ലാ മതങ്ങളും ഈക്വലാണ് ഇവിടെ അല്ലേ? അപ്പോൾ മതത്തിൻ്റെ പേരിൽ വന്നതുകൊണ്ട് തന്നെ നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്കെതിരാണ് എന്നാണ് എതിർക്കുന്നവരുടെ വാദം. ഓക്കെ, ആർട്ടിക്കിൾ 14 അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾ 14 എന്താണ്? നമ്മുടെ അതായത് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കും ഇന്ത്യയിലെ പൗരന്മാർക്കും ഒരുപോലെ ലഭിക്കാവുന്ന ഒരു മൗലിക അവകാശം കൂടിയാണ് ആർട്ടിക്കിൾ 14. അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് ഇന്ത്യൻ സിറ്റിസൺസ് ആവണമെന്ന് നിർബന്ധമില്ല ഇല്ലേ? ഇത് മുമ്പത്തെ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തോളുക. ആർട്ടിക്കിൾ 14, 15, 16 ഇതൊക്കെ കൊടുത്തിട്ട് ഇതിൽ ഇന്ത്യക്കാർക്കും പുറത്തുള്ള രാജ്യങ്ങൾക്കും ലഭിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലേ? ആർട്ടിക്കിൾ 21 പോലെയുള്ള. അപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ആർട്ടിക്കിൾ 14 എന്താണ്? നിയമത്തിന് മുമ്പിൽ. അതായത് ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒരാൾ ഒരു തെറ്റ് ചെയ്തു, പുറത്തുനിന്ന് വന്ന ഒരു ഫോറിനറും ഒരു തെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിറ്റിസണിന് ഒരു ശിക്ഷ, പുറത്തുനിന്ന് വന്ന ആൾക്ക് വേറൊരു ശിക്ഷ, അങ്ങനെയാണോ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ നീതി വ്യവസ്ഥയിലെ ചിട്ട? അല്ല, ഇവിടെയുള്ള ആൾക്കും സെയിം ശിക്ഷ, പുറത്തുനിന്ന് വന്ന ആൾക്കും സെയിം ശിക്ഷ. മനസ്സിലായോ? അതായത് ചില മൗലികാവകാശങ്ങൾ ഇവിടെ ഇന്ത്യൻ സിറ്റിസൺസിനും ഉണ്ട്, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല ഇല്ലേ? അപ്പോൾ ഇത് നമുക്കറിയാം മൗലികാവകാശങ്ങളിൽ തൊടാൻ കുറച്ച് പ്രശ്നമാണ്. കാരണം എന്താണ്? ഇന്ത്യയുടെ
കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ആ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ മാറിപ്പോവും. അത് മാറാൻ ഒരിക്കലും ഒരു കോടതിയും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ മതത്തിനെ പറ്റി പറയുമ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും അത് ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ തുല്യത ഇല്ലാതാക്കുന്നു എന്നാണ് ഒന്നാമത്തെ വാദം. ഇനി അടുത്ത എന്താണ്, നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനാണ് ഇതെന്ന് ഗവൺമെൻറ് പറയുന്നു അല്ലേ. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീലങ്കയിലെ തമിഴ് ആൾക്കാരുണ്ട് കുറേ പേര്. നമുക്കറിയാം LTTയുടെ പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ശ്രീലങ്കയിലുള്ള തമിഴ് വംശജർ നമ്മുടെ തമിഴ്നാട്ടിൽ വന്നിട്ട് താമസാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് അവരെ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയില്ല? ചോദ്യമല്ലേ ഇല്ലേ? കാരണം അവരൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് തമിഴ്നാട്ടിൽ വന്ന് താമസിക്കുകയാണ്. അടുത്തത് മ്യാൻമാറിലെ റോഹിംഗ്യാസ്. നമുക്കറിയാം മ്യാൻമാർ ഒരു ബുദ്ധമത കേന്ദ്രമാണ് അല്ലേ. അപ്പോൾ ആ ഒരു മ്യാൻമാറിൽ ഒരുപാട് മുസ്ലിം റോഹിംഗ്യാസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം വംശജർ അഭയാർത്ഥികളെ പോലെ കഴിയുന്നുണ്ട്. ഒരുപാട് വളരെ മോശം കണ്ടീഷൻസിൽ ജീവിക്കുന്നവരാണ്. എന്തുകൊണ്ട് മ്യാൻമാറിലെ റോഹിംഗ്യാസിനെ ഒഴിവാക്കി? അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ. നമുക്കറിയാം അഹമ്മദിയാണ്. പാകിസ്ഥാനിൽ നമുക്കറിയാം മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിലും അവിടെ ഒരു പ്രത്യേക മുസ്ലിം വിഭാഗമാണ് അഹമ്മദിയ വിഭാഗം. ഓക്കെ, അഹമ്മദിയ എന്നൊരു വിഭാഗമുണ്ട്. അവരെന്തുകൊണ്ട് ഈ ഒരു പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി? മുസ്ലിം ഭൂരിപക്ഷം ആണെങ്കിലും പാകിസ്ഥാനിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു മുസ്ലിം മതവിഭാഗമാണ് അഹമ്മദിയ വിഭാഗം. ഇവരെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണോ അല്ലെങ്കിൽ നിയമം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് സ്റ്റേറ്റിനോ അല്ലെങ്കിൽ പൗരന്മാർക്കോ സ്വന്തം നിശ്ചയിക്കാൻ കഴിയില്ല. ഇത് എവിടെ നിന്നേ നമുക്കിതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാദം ശരിയാണോ, ഈ ഒരു നിയമം ശരിയാണോ എന്ന് വിധിക്കാനുള്ള ആ ഒരു പവർ ആരുടെ കയ്യിലാണുള്ളത്? അത് സുപ്രീം കോടതിയുടെ കയ്യിലും മാത്രമാണ്. അപ്പോൾ ഇവിടെ കേസ് നിലനിൽക്കുകയാണ്. വരുന്ന അപ്ഡേഷൻ ഉറപ്പായാലും ഞാൻ എത്തിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.